കമൽ, വയനാട്ടിൽ ഈ കഴിഞ്ഞ 2 ദിവസമായി ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം, പ്രത്യേകിച്ചും ചൂരൽമല, മുണ്ടക്കൈ. ഇന്നിപ്പോൾ ജില്ലയിൽ എങ്ങനെയാണ് മഴ ലഭിക്കുന്നത്? നേരത്തെ റോഡ് തോടുപോലെ പോകുന്നതൊക്കെ കമൽ രാവിലെ പങ്കുവച്ച വാർത്തകളാണ്. മഴയ്ക്ക് കുറവുണ്ടോ? വെള്ളം കയറിയിടങ്ങളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ദിവേഷ്, ഉച്ചയ്ക്ക് മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ടായിരുന്നു. അപ്പോൾ മഴ കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു 3 മണിക്ക് ശേഷം വീണ്ടും ശക്തമായ മഴ പല ഭാഗത്തും പെയ്യുന്നുണ്ട്. ഇടവേളകളിലാണ് മഴ പെയ്യുന്നതെങ്കിലും പെയ്യുന്നത് വളരെ ശക്തമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയില്ല. അതിനനുസരിച്ച് മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഉച്ചയോടെയാണ് വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതയിലാണ്. എവിടെയും നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തുടങ്ങിയിട്ടില്ല. ബത്തേരിയിൽ ഏതാനും കുടുംബങ്ങളെ ഇന്നലെ അംഗനവാടിയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത് ഒഴിച്ചാൽ മറ്റൊരിടത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതിൻ്റെയോ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെയോ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടർ തുറക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് KSEB. പക്ഷേ മുഴുവൻ നടപടിക്രമങ്ങളും പാലിച്ച് ഷട്ടർ ഉയർത്തുകയുള്ളൂ. ആളുകൾക്ക് മുന്നറിയിപ്പ് അടക്കം കൊടുക്കും. മാത്രമല്ല, ചെറിയ രീതിയിൽ 15 സെൻറ്റിമീറ്ററോളം ഷട്ടർ ഉയർത്താനേ സാധ്യതയുള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ പുഴയിൽ വെള്ളം കൂട്ടാൻ സാധ്യതയില്ല എന്നാണ് KSEB നൽകുന്ന വിവരം. പക്ഷേ അതാണെങ്കിൽ കൂടി ആളുകൾക്ക് ആവശ്യമായ മുന്നറിയിപ്പൊക്കെ നൽകി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവോടുകൂടി മാത്രമേ ഷട്ടർ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും മഴയ്ക്ക് ശമനമില്ല. ശക്തമായ മഴ ഇടവേളകളിൽ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ അവസാനിച്ച 24 മണിക്കൂറിൽ ജില്ലയുടെ പല മലയോര മേഖലകളിലും, പ്രത്യേകിച്ച് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അതിതീവ്ര മഴ പലയിടത്തും രേഖപ്പെടുത്തി. മേപ്പാടി പഞ്ചായത്തിലെ ഇളമ്പിലേരി, മുണ്ടക്കൈ, അതുപോലെ ബാണാസുര സാഗർ ഡാമിന് സമീപത്തുള്ള കാപ്പിക്കളം, തൊണ്ടർനാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ 200 മില്ലിമീറ്ററിലധികം മഴ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ പുലർത്തുന്നത്.